കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് കണ്ടെത്തലുള്ളത്. മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത രംഗത്ത് വന്നു. അവിടെ എന്തൊക്കെ തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നും അവർ കൊടുത്ത റിപ്പോർട്ടിൽ ഡോക്ടർ പരിശോധിച്ച ഭാഗത്ത് നിന്ന് അവർ എന്തൊക്കെ രീതിയിൽ പരിശോധിക്കണം എന്നുള്ള ആ കാര്യങ്ങളൊക്കെ അതിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നും അവർ നടത്തിയിട്ടില്ല. IG-യുടെ അന്വേഷണം സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ 13 ദിവസം അവിടെ സമരത്തിലിരുന്ന് അതിന് ശേഷമാണ് അന്വേഷണമൊക്കെ നല്ല രീതിയിൽ പോയിട്ടുള്ളത്. ഡോക്ടേഴ്സൊക്കെ അവരുടെ ആളുകളോ സർക്കാരിൻ്റെ ആളുകളോ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന് സമ്മതിച്ചാൽ സർക്കാരിന് നാണക്കേടാണല്ലോ. അതുകൊണ്ടായിരിക്കാം അത് അവർ ഒരു തരത്തിലും എനിക്ക് നീതി തരാത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർ പ്രീതിക്ക് വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. ഈ പരാതി ശരിവയ്ക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നത്. അതിജീവിതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും മെഡിക്കോ ലീഗൽ കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ഡോക്ടറാണ് വൈദ്യപരിശോധന നടത്തിയതെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം DYSPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തി. ഗൗരവമായ കേസായിട്ടും പരിചയസമ്പന്നരായ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. വൈദ്യപരിശോധനയ്ക്കായി പോലീസ് നൽകിയ അപേക്ഷയിൽ കേസിന്റെ ഗൗരവം ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഈ അപേക്ഷ ഗൗരവത്തിലെടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്ന ശുപാർശയും റിപ്പോർട്ടിലുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയാണ് പീഡനത്തിനിരയായത്. തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ പ്രവേശിപ്പിച്ച യുവതിയെ ശശീന്ദ്രൻ എന്ന അറ്റൻഡർ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. പോലീസ് ഉത്തരമേഖല DIGക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. കേസിൽ ഇതിനോടകം നിരവധി പരാതികൾ നൽകിയിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും IG-യുടെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും റിപ്പോർട്ടുകൾ പരിഗണിച്ച് നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്നും അതിജീവിത പറഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.